ഇവിടെ നമുക്ക് കൊച്ചുള്ളോണ്ട് മാത്രം ലിബി എല്ലാരും നമുക്ക് വഴി കാണിച്ചു തരാം. ഇവിടുന്ന് ഒരു നീക്കി പോക്കില്ല. നമ്മള് ഇപ്പൊ റോഡ് കയറിയിട്ടാണ് വരുന്നത്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസ്ഥ ഇങ്ങനെ കിടക്കും. ലാസ്റ്റ് എല്ലാവരും പോകും, നമ്മൾ മാത്രം ഇതേപോലെ കിടക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വലുതായിട്ട് വണ്ടി ഒതുക്കി കൊടുക്കലില്ല കേട്ടോ. ഇതേപോലെ എനിക്ക് 2-3 പ്രാവശ്യം ഇതുപോലെ 2-3 പ്രാവശ്യം ഇതേപോലെ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ വണ്ടി ഒരയ്യ അതുപോലെയുള്ള സംഭവങ്ങളാവുക, ലാസ്റ്റ് നമ്മൾ പെട്ടുപോകുള്ളൂ കേട്ടോ. ഗൈസ് ഫൈനലി അങ്ങനെ കാല് പിടിച്ച് ഞങ്ങൾ അങ്ങനെ റോഡിലെത്തി കേട്ടോ. ഞങ്ങളുടെ വണ്ടി ഏറ്റവും ബേക്കിലായിരുന്നു. അവസാനം ഈ കാണുന്ന സാറ് നല്ലതാണ്. കുഞ്ഞി കൊച്ചുണ്ട്, പാല് കുടിക്കണം, പാല് വാങ്ങണം, ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമായെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാണ്. അങ്ങനെ ഈ റോഡ് ഇപ്പോൾ സെറ്റാക്കി, അല്ല കിടക്കാച്ച റോഡായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്ലിട്ട് ആ മേളിൽ നിന്ന് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ ഒരു വൈകിട്ട് ഒരു 8 മണിയായപ്പം തൊട്ടുള്ള ബ്ലോക്കാണ്. നോക്കി വണ്ടി വന്ന് പോക്ക് പോയി. ഇതല്ല പ്രശ്നം, ഏറ്റവും അടിയിലാണ് പ്രശ്നം. അപ്പോൾ നമ്മളെ വണ്ടി മെല്ലെ ഇതിന് എടുത്ത് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങോട്ട്. ഫൈനലി അങ്ങനെ ഇവിടുന്ന് ആദ്യത്തെ ബസ്സാട്ടോ ഇതിലേ വരുന്നത്. ഇതിലെ മറ്റേ കാറും മറ്റേ ലോറിയും മാത്രം ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചത് എങ്ങനെ പോവും. അടി ലീഫ് അടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. കല്ല് വെച്ചിട്ടുണ്ട്, കല്ലിങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കല്ല് പയ്യപ്പോ ഇത് പയ്യെ ആരാംസേ ആവോ. ഇവിടെ അതേപോലെ തന്നെ തൊട്ട് താഴെ ഒരു സ്ഥലമുണ്ട്, അവിടെയും കൂടുതൽ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. പോട്ടെ സാധനം അല്ലെങ്കിൽ നോക്കി മെല്ലെ പോട്ടെ. ഓ തെന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഏതോ കല്ല് വരുന്നുണ്ട്. ആ കല്ല് വരുമ്പോഴാണ് പ്രശ്നം. പിടിച്ചതിന് ചവിട്ടിയാൽ കിട്ടുമില്ല. ഓ എന്ത് ചെയ്യുക ദിവചേട്ടാ? എബിൻ്റെ ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുക ദിവചേട്ടാ. നേരെ പോട്ടെ എന്തോ ഭാഗ്യം കേട്ടോ. ഓ മേരെ ഗാഡി. താങ്ക് യു സർ. ഈ സാറ് നല്ലൊരു സാറ് കേട്ടോ. ഓക്കെ. ഈ സാറ് കാരണമാണ് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയത്. നോക്കി ചെളി. ഇനി വണ്ടിയിൽ എങ്ങനെ കയറും ദിവചേട്ടാ? വണ്ടിയിൽ എങ്ങനെ കയറും തന്നെയല്ലേ കേട്ടോ. എന്താ പോന്നെ, ഒരു ദിവസം ഫുള്ള് കടന്നിട്ടാണ് നമുക്കില്ല പോരാൻ വേണ്ടി പറ്റിയല്ലേ ദിവചേട്ടാ? ചെളിയോ ഈ കല്ലോ തിരിച്ചു പോയാൽ നമുക്കിപ്പോ ഈ സ്ഥലം കാണാൻ പറ്റില്ലായിരുന്നു. ഇല്ല, ഇനി കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലം ഗാംഗ്ടോക്ക് സ്ഥലം. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ചെരുപ്പിൽ നിന്ന് ഊരുക, നടക്കുക, അല്ല പല്ല് ബ്രേക്കിടാൻ പറ്റത്തില്ല, ചെരുപ്പ് തെന്നിട്ട് പോവാ. അല്ലേ ഇത് ഫുള്ള് ചളിയുള്ള മണ്ണേ ചേട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ 8ന്റെ പണി കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് എന്താ പറയാ ചേട്ടാ? ലോറിക്കാർക്കാ. ഇന്നലെ തൊട്ട് ഇടിയാൻ വേണ്ടി തുടങ്ങിയാ തിരിച്ചേട്ടാ. ഇത് നോക്കി എത്ര കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് കയറി? 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ബ്ലോക്കിൽ കിടന്നാൽ. എനിക്ക് 6 കിലോമീറ്റർ മേളിൽ ഞാൻ നടന്നിട്ടുണ്ട് രാവിലെ 7 കിലോമീറ്റർ ഓടാൻ വേണ്ടി എത്ര 6 മണിക്കൂറെങ്കിലും എടുത്തില്ല തിരിച്ചേട്ടാ? നടന്നിട്ട് ബ്ലോക്ക് ഒഴിവാക്കലായിരുന്നു പരിപാടി. ഓരോ സ്ഥലത്ത് വിളിച്ചു പറയും ഇന്ന സ്ഥലത്ത് ക്യാപ്പുണ്ട്. അങ്ങനെ നമ്മൾ 3 പേര് ഇരുന്നിട്ടാണ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്താ. ഇവർ നേരെ എടുത്തെടുത്ത് പോകുന്നുണ്ട്. ഇവർ പരമാവധി നമ്മളെ കയറ്റാം. ഇത് നോക്കി ആൾക്കാര് ഇതുണ്ട്. ഇവര് കണ്ടോ, ഇവർ അവിടുന്ന് വണ്ടിക്ക് വന്നാ പോകാൻ രക്ഷയില്ലായിട്ട് അവസാനം വേറെ വണ്ടിക്ക് വരുന്ന നോക്കി. ഓ ഇവിടെ കാര്യമല്ല ടീച്ചറുടെ കഷ്ടം. നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, നമ്മൾ ക്യാമറ ഞാൻ വണ്ടിയിലായിരുന്നു, അതാരെ പിടിക്കാൻ ഞാൻ ഒരു വണ്ടി നേരത്തെ അങ്ങ് പോയതുണ്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ആൾക്കാരുടെ അഭിപ്രായം അതിലേ പോ അതിലേ പോ അങ്ങനെ പോയിട്ട് വണ്ടി എത്ര പോയി കുടുങ്ങി. ഓ ഗൈസ് വേറെ കാര്യമുണ്ട്. ഓ ഗൈസ് ഇങ്ങോട്ടെ നേരെ അപ്പുറത്തെ പോലെ തന്നെ. ഞാൻ ഓർത്ത് ഇപ്പുറം ബ്ലോക്ക് വന്നിരുന്നു. ഇവിടെ ഒരു 10 കിലോമീറ്റർ ബ്ലോക്കാണ്. അതായത് ഇന്നലെ രാത്രി കിടക്കുന്ന 8 മണി കിടക്കുന്ന വണ്ടികളാണ്. നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഒരു സാധനം ശരിയായത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. എനിക്ക് തോന്നിയത് കഴിഞ്ഞ മഴക്കാലത്ത് ഉരുള് പൊട്ടിയത് നോക്കി. ആ ഉരുള് പൊട്ടിയ സ്ഥലത്ത് തന്നെ വീണ്ടും മണ്ണ് ഇടിയെന്ന് നോക്കി. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ട് മണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട്
വരും. അതിപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ വണ്ടി നിർത്തുന്ന സ്ഥലം നോക്കി സൂക്ഷിക്കണം. അല്ല ജീവിച്ചേട്ടാ? ഒരുപാട് സ്ഥലത്ത് മണ്ണ് ഇടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വഴി ഭയങ്കര റിസ്ക് ഉള്ള വഴിയാണ്. അല്ല, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഏറ്റവും ഇവിടെ ഏതൊരു സ്ഥലത്ത് ഒരു ഗ്രാമം മൊത്തം ഇതേപോലെ പോയെന്ന് അപ്പുറത്ത് ഉള്ളു ഇതേപോലെ തന്നെ ഉരുള് പൊട്ടിയിട്ട് ഇവിടെ ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ചെളിയും വെള്ളം പെട്ടെന്ന് ഇങ്ങോട്ട് വരും. മണ്ണിനെടുത്തുള്ളി ഉറപ്പില്ലാത്ത മണ്ണ്. ഇതൊക്കെ പുഴയൊക്കെ കഴിഞ്ഞാൽ പുഴയുടെ സൈഡ് റോഡാണ്. ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? ഫുള്ള് തോട് പോലെ വെള്ളം എഴുതി നോക്കിയാൽ കുറേയൊക്കെ അപ്പുറത്തൂടെ തിരിച്ചു വിട്ടിട്ടുണ്ട്, കുറേയൊക്കെ റോഡിൽ കൂടെ വരുന്നുണ്ട്. നോക്കിയാൽ ലോറിയൊക്കെ ഓവർ റേസിംഗ് ആക്കി വരുന്ന നോക്കിയാൽ നമ്മുടെ തണുപ്പെന്ന് വെച്ചാൽ അങ്ങനെ തണുപ്പ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥയാണ്. അല്ല ചോദിച്ചേട്ടാ? എല്ലാ സ്ഥലത്തും മണ്ണിടിച്ചില്ല. എപ്പോഴാണ് ബ്ലോക്ക് ആണെന്ന് പറയാനില്ല, അതാണ് പ്രശ്നം. അതല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവിടെ മഴ എപ്പോഴാണ് പെയ്യുന്നത്? നിങ്ങളിത്തിരി കുട ഉണ്ടായിരുന്നില്ല? വണ്ടി കൊടുത്തിട്ടാ വന്നേ. കാശ് നമ്മൾ താഴേന്ന് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത്രേ അവസ്ഥ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും നോക്കി ഫുള്ള് വെള്ളം, വെള്ളത്തോട് വെള്ളം. ഇത് റോഡാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നേരെ പുഴ പോലെ കേട്ടോ വെള്ളം ഒഴുകുന്നത്. ഇത് സംഭവം എന്നാന്ന് വെച്ചാൽ ചില സമയത്ത് കുത്തൊഴിച്ചങ്ങ് വെള്ളം വരും. അപ്പോൾ റോഡൊക്കെ പോക്കും വേറെ ആൾക്കാർ പേടിച്ചിട്ട് റോഡിലോട്ട് തന്നെ പരമാവധി ഒതുക്കി നിർത്തും. അങ്ങനെ വരാൻ നേരത്തെ വണ്ടി മേളിൽ നിന്നും താഴെ നിന്നും പോകുന്ന വണ്ടി പോകാൻ വേണ്ടി നല്ല സമയം എടുക്കും കേട്ടോ. ഇവരൊക്കെയെന്ന് വെച്ചാൽ ഇന്നലെ 9 മണിയായപ്പോൾ രാത്രിയിൽ കിടക്കുന്ന വണ്ടികളാണ്. ഞങ്ങൾ ഓർത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സൈഡിൽ മാത്രമേ ബ്ലോക്ക് ഉള്ളൂ, ഇപ്പുറത്തെ സൈഡ് ബ്ലോക്കിരുന്ന്. സംഭവം തെറ്റായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് ഇപ്പം ഇപ്പുറത്തെ സൈഡ് കേട്ടോ ഭയങ്കര ബ്ലോക്ക്. അതായത് സിക്കിമിൽ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുന്ന വണ്ടികൾ ഇവിടെ കുടുങ്ങി കിടക്കുവാണ്. അപ്പം എന്ത് പറഞ്ഞാലും മേളിൽ ഇനി സാധനങ്ങൾക്കൊക്കെ പച്ചക്കറിക്കൊക്കെ വില കൂടാൻ ഭയങ്കര ചാൻസ് കൂടുതൽ. അതായത് മഴ വന്നോ ഇവിടെ റോഡ് ഇടിക്കുന്നുള്ള ഉറപ്പാണ്. അതെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് മഴക്കാലത്ത് അങ്ങനെ ഇതില്ല, കറങ്ങാനുള്ള ഇതില്ല. ഇവർ പരമാവധി ഈ വേനൽക്കാലത്തും അതുപോലെ തണുപ്പ് കാലത്താണ് ഇവർ ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതിൽ കിറ്റി വെച്ചടിക്കുന്നത് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഇങ്ങനെ കിടക്കും. ലാസ്റ്റ് എല്ലാവരും പോവും, നമ്മൾ മാത്രം ഇതേപോലെ കിടക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലുതായിട്ട് വണ്ടി ഒതുക്കി കൊടുക്കലില്ല കേട്ടോ. ഇതേപോലെ എനിക്ക് 2-3 പ്രാവശ്യം പറഞ്ഞ ഇതുപോലെ 2-3 പ്രാവശ്യം ഇതേപോലെ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ വണ്ടി ഒരയ്യ അതുപോലെയുള്ള സംഭവങ്ങളാവുക. ഇത് അടുത്തത് ഇത് എത്ര എണ്ണം ഇത് കുഴി കിടക്കുന്നത് നോക്കിയേ. കിടക്കുന്ന അടുത്ത് രാവിലെ 3 മണിക്ക് ഞങ്ങൾ ഈ ഹൈവേ കയറിയതാ. ഇപ്പൊ സമയം 9:30. അതെ, 30 കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ ബ്ലോക്ക്. 30-ൽ മേളിൽ അത്രയും കിലോമീറ്റർ ബ്ലോക്കാ. ഇത് എന്തോരായി. ഗൈസ് കൊച്ചൊക്കെ മടുത്ത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുത്ത ഉഷാറാവും. എന്തോ ദൈവമേ, ഇത് എന്മാതിരി ബ്ലോക്കാ. ഇങ്ങനത്തെ ഉള്ള റോഡിൻ്റെ അകത്തൂടെ കേട്ടോ വരണ്ടേ മൊത്തം. അതിൻ്റെ അകത്താണ് ലോറിക്കാർ നമുക്ക് സൈഡ് അങ്ങനത്തെ സാധനം ഒന്നും തരുകയില്ല. അപ്പം നമ്മൾ നോക്കി പോകണം കേട്ടോ. പിന്നെ നമ്മൾ പരമാവധി ഈ സൈഡ് ഒതുക്കാതെ നോക്കണം. സൈഡ് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി താഴാനും ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടും വന്ന് റോഡിൻ്റെ സൈഡ് മൊത്തം പോയി. ഒറ്റ വണ്ടിക്ക് മാത്രം വരാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ ഇവനെ? സൈഡില്ല എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പോയി കിടക്കുക. ഇവിടെ 3-4 ദിവസമായിട്ട് മഴയാ. ഒരു 2-3 ദിവസം മഴ പെയ്ത് ഈ മഴ മൊത്തം ഈ പുഴയിലിരിക്കും. അതായത് വേനൽക്കാലത്ത് മാത്രമേ റോഡ് നന്നാവുള്ളൂ, മഴക്കാലത്ത് എപ്പോഴും ഇങ്ങനെ എന്തോരം അല്ലേ? ഒരു 50 കിലോമീറ്റർ ആയിരുന്നു. 50? ആകെ 76 കിലോമീറ്റർ ഉള്ളവരാണ്. നമ്മൾ 25 കിലോമീറ്റർ ഓടി കാണും. ഇന്ന് വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയതാണ് ഈ ബ്ലോക്ക്. ഇപ്പൊ സമയം 10 മണി. അപ്പൊ എത്ര മണിയായി?
അപ്പൊ നമ്മള് 3 3 6 3 3 6 6 3 9. അപ്പൊ കണക്കായി എവനെ നമ്മൾ 4 മണിക്കൂറും കണ്ടായി ഇവനെ. 8 മണിക്കൂറായി കിടന്ന് നമ്മൾ 4 5 6 7 8 9 10 7 മണിക്കൂർ. 7 മണിക്കൂറായി നമ്മൾ 7 മണിക്കൂർ ആകെ ഓടിയത് 20 കിലോമീറ്റർ കാണും. എവനെ നമ്മുടെ ചരിത്രത്തില് ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുമില്ല, ഇങ്ങനത്തെ നമ്മളൊരു വഴി പോയിട്ടുമില്ല അല്ലേ ഇവനെ. ഇതൊരു എന്നാ പറയാ, നമ്മൾ ഇതുവരെ വെസ്റ്റ് ബംഗാളിന്ന് സിക്കിമോട്ട് കയറിയുമില്ല. എന്നാ പിന്നെ കിട്ടാവുന്നതിന് മാക്സിമം കിട്ടുകയും ചെയ്തു. അല്ല ഇറങ്ങി പോകാനും പറ്റൂല കയറാനും പറ്റൂല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാ. ഇതുണ്ടോ വെറും ബലോറയിലൊക്കെ വെറുതെ പോലീസിനോ അല്ലെ ഓൺ ഡ്യൂട്ടി ആർമിന്നോ അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടി വെസ്റ്റ് ബംഗാളിന്നോ സിക്കിമെന്നോ എഴുതി വെച്ചിട്ട് കുറെ പേര് കുത്തി കയറ്റും. എല്ലാരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇന്നലെ നമ്മൾ ചോദ്യം ചെയ്യല്ലോ ഒരുത്തനെ, അവനെ ചോദ്യം ചെയ്ത് അവസാനം കഴിഞ്ഞപ്പോ അവൻ പറയാം ഞാൻ വെറും ഡ്രൈവറാന്ന്. അവൻ ആദ്യം പറഞ്ഞു ഞാൻ പോലീസാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു പട്ടാളം എന്ന് പറഞ്ഞു. എത്ര കിലോമീറ്റർ വെള്ളത്തിൽ ഇറക്കില്ല വണ്ടിയാ, എത്ര വണ്ടിയാ താഴെ താന്ന് കിടക്കുന്നത്, 1 2 വണ്ടിയാണോ ഈ താന്ന് കിടക്കുന്ന എല്ലാം സഹായിക്കുന്നവരവനെ സഹായിക്കുന്നവരെ വണ്ടി എല്ലാം താന്ന്. ഭയങ്കര സാധനങ്ങളുണ്ട് ഇവര് വണ്ടി ഒതുക്കി തരൂല. ഇവന്മാരുടെ കാര്യം അത് പകുതിയും കഞ്ചാവ് വലിച്ചോണ്ടിരിക്കോടാ. അതെ എത്ര ആണോന്നറിയാ വലിച്ചോണ്ടിരിക്കുന്നത്. ഒരു ആർമി ഉദ്യോഗസ്ഥനെ കണ്ടേ, അപ്പൊ അവരുടെ വണ്ടി ഇന്ന് രാത്രി കുടുങ്ങിയതാ. അപ്പൊ രാത്രി കുടുങ്ങി കഴിഞ്ഞപ്പോ അവരോടൊന്ന് മര്യാദയ്ക്ക് വണ്ടി മാറ്റി കൊടുക്കുമെന്ന് ചോദിച്ചു. ആർമി ഉദ്യോഗസ്ഥരെ അവർ ഇത്ര കറക്റ്റ് സമയത്ത് അവിടെ എത്തണ്ടേ. അപ്പൊ അവരെ കത്തി ചൂണ്ടിന്ന്, പിന്നെ കത്തി ചൂണ്ടിന്ന് ഇവിടെ ഉള്ളവര്. അവസാനം താഴേന്ന് കുറെ ആൾക്കാർ കയറി വന്ന് പൊതിരെ കൊടുത്തെന്നാ പറഞ്ഞു. അത് അടിച്ചിട്ട് നാണമില്ല, നന്നിട്ട് അതേപോലെ നിൽക്കുമെന്ന്. അവസ്ഥയല്ലേ ചോദിക്കേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് അടി ഉണ്ടോ, സൗണ്ട് ഉണ്ടോ, അത് എന്തിന്റെ സെറ്റിന്റെ ആണോ സംശയമുണ്ട്. വഴിയേ വളരെ ചെറുതാണ്, വണ്ടി ഒതുക്കാനുള്ള സ്ഥലമില്ല. ഞാനിവിടെ ഒതുക്കി വെക്കുകയുള്ളൂ അല്ലല്ലോ, അവൻ എടുത്തോണ്ട് പോകും. നമ്മൾ ഓവർ സഹായം ചെയ്യാൻ പോയി കഴിഞ്ഞാണല്ലോ നമ്മുടെ വണ്ടി കുടുങ്ങുകയും ചെയ്യും, അവൻ്റെ വണ്ടി പോവുകയും ചെയ്യും, നമ്മൾ ലാസ്റ്റ് ഇവിടെ ആവുകയും ചെയ്യും. അതാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ആ പാലം വഴി കേട്ടോ നമുക്ക് പോകണ്ടേ. അതൊരു അസഹനീയമായ പാലമാണല്ലോ. അതിന് ആ വണ്ടി അങ്ങോട്ട് പോയേ. ദൈവമേ, റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. റോഡിൻ്റെ കാര്യമൊക്കെ വമ്പ സംശയമാണ്. എടാ നോക്കിയാൽ ഇത് ടീ സ്റ്റാർ റിവറാ. ഈ ടീ സ്റ്റാർ റിവറിൻ്റെ അവസ്ഥ ഉണ്ടോ? ഈ ടീ സ്റ്റാർ റിവറിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ ഞങ്ങൾ പോകുന്നത്. ബ്ലോക്ക് കഴിഞ്ഞ കേട്ടോ. എസ്പെഷ്യലി ഞാൻ സത്യം പറയട്ടെ, അതായത് ഇനി ഒരു 5 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ സിക്കിം ബോർഡർ എത്തുന്നു. നോക്കിയാ വരുന്നത് നോക്കിയേ, പടപട സൗണ്ട്. ഞാൻ പറഞ്ഞില്ലേ പടപടയും സൗണ്ടാണ്. എന്നാ സെറ്റിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് കണ്ടമാനം ലാൻഡ് സ്ലൈഡാ, അതിൻ്റെ ഇടയ്ക്ക് ഷെയർ ടാക്സിയുടെ കുത്തിക്കയറ്റ്. അപ്പൊ ഇതെല്ലാം ഇതിൽ കയറ്റി വിടുന്നില്ല ഇവനെ. ഷെയർ ടാക്സി അവിടെ കയറി പോകണ്ടെന്ന് പറഞ്ഞു. ലോറിക്കാർ പോട്ടേന്ന്. എന്നിട്ടോ അത് മേലോട്ട് ചെറുക്കൊണ്ടുവന്ന വണ്ടിയല്ലേ ഇവനെ, അപ്പൊ സാധനങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ പിടിച്ചിടുവാണ്. ഇനി 3 4 ലോറി പിടിച്ചിട്ടുണ്ട്. ലോറി ആരും കയറി പോയിട്ട് ബാക്കിയുള്ള വണ്ടി കയറി പോയാൽ മതി. അത് പട്ടാളക്കാരാ? പോലീസുകാരും പട്ടാളക്കാർ അവിടെ ഡ്യൂട്ടി കിട്ടാണോ? ആ ഡ്യൂട്ടി കിട്ടാ. നമ്മൾ ഇന്നലെ മേളിൽ നിന്ന് കണ്ട ആ പാലം എത്തി. ഇതെല്ലാം റെയിൽവേ കേട്ടോ. ഇതെനിക്ക് തോന്നുന്ന ഗാങ്ടോക്ക് വരെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തോ പദ്ധതിയാന്ന് തോന്നുന്നു. അതായത് റെയിൽവേ പണിയുന്നുണ്ട്, അതാ സംഭവം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭയങ്കര സൗണ്ടാണല്ലോ. ചെറിയൊരു സൗണ്ടായിരുന്നല്ലോ. സെറ്റാ ഗൈസ്. അതായത് നമ്മൾ ഇന്ന് വെളുപ്പിന് 3 മണിക്ക്, അതായത് ഇന്നലെ രാത്രി 11 മണി വരെ കിടന്നിട്ട് ഇന്ന് വെളുപ്പിന് 3 മണിക്ക് തുടങ്ങിയ യുദ്ധമാണ്. ലാസ്റ്റ് കൊച്ചി കരഞ്ഞപ്പം പാല് മേടിക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെ ദീപച്ചേട്ടൻ എന്ത് ചെയ്തു, നേരെ ഫ്രണ്ടിൽ ചെന്നിട്ട് കൊച്ചിന് പാല് മേടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പോലീസുകാരോട് എന്നാ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ നമ്മളൊരു 5 മണിക്കൂർ ബ്ലോക്ക് എടുക്കണം. നമ്മൾ അങ്ങനത്തെ ഭാഗ്യത്താല് ഇപ്പൊ 7 മണിക്കൂർ കിടന്നുള്ളൂ. 5 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് 24 hours കിടക്കണ്ടെന്നാണ്. ഗൈസ് ഞങ്ങളിപ്പോൾ വെസ്റ്റ് ബംഗാളിലാണുള്ളത്. അതായത് സിക്കിമിന് പോകുന്ന വഴിക്ക് ഞങ്ങളെ ടീ സ്റ്റാർ റിവർ കയറി മൊത്തം കുറേ വീടുകൾ നശിപ്പിച്ചു. അങ്ങോട്ട് നോക്കിയാൽ പൂർണ്ണമായിട്ടും ആ വശത്തൊക്കെ വീടുകൾ നശിപ്പിച്ചു. ഇത് ടീ സ്റ്റാർ റിവറാണ്. അപ്പോൾ ഈ റിവർ കവിഞ്ഞൊഴി ഈ വശത്തോടൊക്കെ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. ഗൈസ് 1 2 വീട്ടിൽ ഇഷ്ടം പോലെ വീട്ടിൽ മൊത്തം വെള്ളം കയറി നശിച്ച് വീടുകൾ മൊത്തം പോയി. അതായത് മേലിൽ എന്തോ ഉരുൾപൊട്ടലോ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായതാണ്, അല്ലാതെ ഇങ്ങനെ വരാൻ വഴിയില്ല. ഇത്രയും നേരം വരെ എന്തോരം വാഹനങ്ങളാണ് നോക്കി. ഇപ്പോൾ നോക്കി വാഹനങ്ങൾ സിക്കിമിലേക്ക് എത്തി കുറഞ്ഞു. ഇനി
ബോർഡറിൽ എങ്ങനെയാവും അറിയില്ല. സിക്കിമിൽ കയറാൻ പറ്റുമെന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിമിൽ അങ്ങോട്ടൊക്കെ ഭയങ്കര മണ്ണിടിച്ചിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഗാങ്ടോക്കിന് പോകുമ്പോൾ നമ്മൾ സിക്കിമിന് കയറുന്ന അതിർത്തിയിൽ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റൂല. ഇങ്ങോട്ട് കയറ്റി വിടുമല്ലോ നമുക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ ആ റോഡ് ഇങ്ങോട്ട് ആ റോഡാണ് തിരക്ക്. അപ്പോൾ വാപ്പ് നോക്കിയായിരുന്നോ ഈ റോഡ്? വേറെ ഇങ്ങോട്ട് ഇത് തന്നെ ഗാങ്ടോക്ക് ഇതാ കാണിക്കുന്നത്. ഇനി വേറൊരു കാര്യം നമ്മളാ കട്ടർ ചാടി നമ്മുടെ വണ്ടിക്ക് എന്തോ ഒരു ചെറിയ ഒരു ഇത് കാണുന്നുണ്ട്. സ്റ്റീറിംഗ് ഓയിൽ അത് വെച്ച് നോക്കാം. അതൊന്നും മുറുക്കണ്ട വണ്ടി എടുക്കുക. ഇത് നോക്കിയേ, 1 2 3 വീട് നോക്കിയേ. ആ നീല വീടൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് തരിപ്പണമായി പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റോഡിനോട് ചേർന്ന് വാഹനം ഓടിയിട്ടുണ്ട്. അതായത് നമ്മളോട് അവിടുന്ന് ഫാദർ പറഞ്ഞു കേട്ടില്ലായിരുന്നോ? അതായത് നിങ്ങൾ സൂക്ഷിക്കണം, അവിടെ ആ പാലത്തിനോട് ചേർത്ത് വെള്ളം വന്നെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 3 ദിവസം മുന്നേ വന്നതാണ്, ഇപ്പൊ ഇറങ്ങിയതാ വെള്ളം. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ എന്ത് രസം, ഇങ്ങനെ തട്ടായിട്ട് തീപ്പെട്ടി കഷ്ണങ്ങൾ പോലെ വീടുകളൊക്കെ. നമ്മൾ പുറത്തുനിന്ന് വന്ന് നോക്കുന്നവർക്ക് ഭയങ്കര രസമൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോഴേ നമുക്കൊക്കെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാവും. ജീവിതം വളരെ റിസ്ക് ആയിരിക്കും. കാരണം എപ്പോഴും ഈ മണ്ണ് നമ്മളെ ഈ കാണുമ്പോൾ ഭയങ്കര ഫോറസ്റ്റും കാടും പിന്നെ മരവും വള്ളിയും ജില്ലയൊക്കെ ഉണ്ട്, പക്ഷെ മണ്ണിന് കട്ടിയില്ല. അതായത് ഇവിടെയുള്ള ഇതേ അപൂർവമായിട്ടുള്ള സാധനം കാണുന്നുണ്ടോ? ഇതങ്ങനെ വലുതായിട്ട് കാണാറില്ല ഇപ്പം. അതായത് ഇവിടെയുള്ള ജനങ്ങളില്ല ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് ഓർത്തായിരിക്കുന്നത്. ആയിരിക്കും ഭയങ്കര കഷ്ടം കേട്ടോ. നോക്കിയേ ഈ അവസ്ഥ തന്നെ. ഇത് വമ്പൻ ഒഴുക്കാണ്. പൊട്ടിച്ചുവിടുന്നുണ്ട്. JCB അവിടെ നിന്ന് ഇറങ്ങി പൊട്ടിച്ചുവിടുന്നുണ്ടോ വെള്ളം? JCB തന്നെ പവർ കൂടി പ്രത്യേകത കേട്ടോ അതിനെ കോരുന്ന സാധനത്തിനല്ല. അത് മറ്റേ 4x4 ആണ്. നമ്മുടെ അവിടെ 2D എടുക്കുമ്പോൾ ഇവര് മറ്റേ 4x4 സാധനങ്ങൾ ഇതിന് വില കൂടുതലല്ലേ? ഇത് ഇച്ചും കൂടെ പവർഫുൾ മെഷീനും കൂടി അല്ലേ? നോക്കി ആ വീട് ആ വശമൊക്കെ നോക്കിയാൽ മൊത്തം നശിച്ച് നാരണക്കല്ലേ. നമ്മുടെ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, നമുക്കൊന്ന് നോക്കിക്കളയാം. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഒരു നല്ല റോഡ് എന്താമാരാ, അതായത് കട്ടറ പോലെ ഒന്നും ഒതുക്കി കൊടുക്കില്ല. എത്ര വണ്ടിയാ കുഴി പോയി കിടക്കുന്നത്. അതായത് ഞാൻ ഇന്നലെ ഇങ്ങനെ കാണിച്ചു തന്നില്ല വണ്ടി, അത് വേറൊരാൾക്ക് വേണ്ടി സഹായം ചെയ്തത്. ഇവിടെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഒന്ന് നല്ല മനുഷ്യന്മാരും ഉണ്ട്, ഒന്ന് പീക്ക് ആൾക്കാരും ഉണ്ട്. പീക്ക് ആൾക്കാർ റോഡിൽ നിന്ന് ഇറക്കി കൊടുക്കില്ല. അവർ കാരണമാണ് മറ്റുള്ള വണ്ടിക്കാരും. അതെ, ഇവിടെയുള്ളവരല്ല, അത് വെസ്റ്റ് ബംഗാളും ബീഹാർ ആ വശത്തുള്ള വണ്ടിയുടെ നമ്പർ നോക്കിയായിരുന്നു. ആ വശത്തുള്ള ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെയുള്ള ആൾക്കാർ പരമാവധി അത് തന്നെ നമ്മുടെ പുതിയ തീരുമാനം. അതെ, നേരത്തെ അവിടെ വെച്ചു കൊടുത്ത് അത് ഫുള്ള് ബ്ലോക്കായി, പിന്നെ അത് മാറ്റേണ്ടി വന്നു. എത്ര വണ്ടി സൈഡ് കൊടുത്തവനെ ഇവർക്ക് പിന്നെ ഇവരുടെ ഇതൊക്കെ ഉണ്ടാവും. അതായത് ഇവരുടെ കമ്പനികളും സംഭവമൊക്കെ ഉണ്ട്. ഇവർക്ക് വേറെ വണ്ടി ഉണ്ടെന്ന് വലിക്കാം. ഒരു കാരണവശാലും സൈഡ് കൊടുക്കില്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് സൈഡ് കൊടുക്കുന്നതും ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്നതും തുല്യമാണ്. ഇത് ഇന്നലെ ഇടിഞ്ഞു പോയ സംഭവം കേട്ടോ. ഇന്ന് രാവിലെ റോഡ് തുറന്നു കൊടുത്തോളൂ കേട്ടോ. അവന് വേറെ കാര്യമുണ്ട്. ഈ റോഡ് വെസ്റ്റ് ബംഗാളിലും അപ്പുറം കിടക്കുന്ന എവിടെയാ നിനക്കറിയാമോ? കുഴപ്പമില്ലാത്ത റോഡാണ്. നമ്മൾ വന്ന റോഡാണ്, ഭയങ്കര അലമ്പായി കിടന്ന റോഡ്. ഇങ്ങോട്ടൊന്നും ഒരു സൈഡിൽ മാത്രമല്ല കേട്ടോ, ലാൻഡ് സൈഡുള്ള ഇഷ്ടം പോലെ റോഡിൻ്റെ അകത്ത് ലാൻഡ് സൈഡാ കേട്ടോ. ഇവരെ വളരെ മോശം റോഡ്. മോശമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം ഒരു മോശം. അവൻ ലൈറ്റ് ഇട്ട് കാണിക്കുക അവന്റെ വണ്ടി കയറ്റാൻ വേണ്ടി. നമ്മൾ പിന്നെ ഇവിടെ താമസിക്കണോ? അതല്ലെന്നേ, പിന്നെ നമ്മൾ പോകേണ്ട കാര്യം ഉണ്ടാവില്ല. വേറൊരു കാര്യം ഉണ്ട് കേട്ടാ, ഇവരുടെ കാര്യം മാത്രം. അങ്ങനെ എതിരെ വരുന്ന ആൾക്കാർ ഇതൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കുക, എങ്ങനെയും അവർക്ക് ലോഡായിട്ട് പോകാന്നുള്ള മാത്രമേ ചിന്താഗതിയുള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഓടിച്ചോണ്ട് പോവാം. എന്റെ നോട്ടം കണ്ടില്ലേ? നമ്മുടെ വണ്ടി ഫ്രണ്ട് പൊക്കിയാണ് നമ്മൾ രക്ഷപ്പെട്ടു. റോഡ് അമ്പു ഇതെന്നാണ് സൗണ്ട് വരുന്നത്? പടപട സെറ്റ് കേട്ടോ, സെറ്റ് പ്രശ്നമാണ്. ഓക്കെ ആണോടി? ഓക്കെ ആണോ? കുഴപ്പമില്ല. ഇത് അവിടെ നോക്കി, അങ്ങോട്ട് നോക്കിയാ റോഡ് ഇടിഞ്ഞു പോയേക്കുന്നത്. സെറ്റിന്റെ വണ്ടി ഇത് പോയി. എന്ത് പോയി? നെറ്റ് പോയി. നേരം വരെ നമ്മൾ വാഹനം ഓടിച്ചിട്ട് ഇപ്പോഴാണ് നമുക്കൊരു ടൗൺ കിട്ടുന്നത്. നമ്മളെടുത്ത് കൊച്ചിന് ആ ടാൻസിന്റെ മിൽക്ക് എന്നെ ഇവന് അമൂൽ തന്നെ ടാൻസിയോ അമൂൽ ടാൻസ്. അതെ, അമൂൽ ടാൻസാന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നുണ്ടല്ലോ നമ്മുടെ പരിപാടികളൊക്കെയാണ് കൊച്ച്. ഇത് ഇപ്പം ഇച്ചിരി നല്ല റോഡ് കിട്ടിട്ടോ ഫ്രണ്ടിലേക്ക്. എന്നാലും മോശമാടാ. ഒരു സ്റ്റേഡിയമൊക്കെ മൊത്തം വെള്ളത്തിൽ മുങ്ങിട്ടോ. ആ സൈഡില്ലേ, അത് ഫുള്ള് സിക്കിമിന്റെ സൈഡാണ്. അതായത് അവിടെയാണ് സിക്കിം. ഇത് നോക്കിയാ റോഡ് പോയേക്ക് നോക്കിയാ, നീ റോഡ് പോയേക്ക് നോക്കിയേ. എടാ റോഡൊക്കെ മൊത്തം പോയി. ഒറ്റ മഴയത്ത് എത്ര കോടി രൂപ ഗവൺമെന്റിന്റെ കണ്ണിൽ കൂടെ പോയി. ഇതൊക്കെ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി ഇത് നോക്കി ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ വരെ ചെയ്യാവുന്നതിന് മാക്സിമം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതിയോട് ആരും മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പ്രകൃതി സമ്മതിക്കണം അല്ലടാ, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. മേളിൽ നിന്ന് ഈ സാധനങ്ങൾ വന്ന് വീഴുന്നതേ
അത് ഈ റോഡിലേക്ക് വന്ന് വീടായിരിക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ കുത്തി വെച്ചൊക്കെ സ്ഥലം വരെ ഇടിഞ്ഞു പോകും. അല്ലടാ ലിവിനെ, എപ്പോഴാണ് കല്ല് വീഴുന്നതെന്ന് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 1 പോസ്റ്റ് 2nd പോസ്റ്റ് വരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഫുള്ള് നിർമ്മാണമാണ്. ഈ പോകുന്ന വഴി മൊത്തം കൺസ്ട്രക്ഷനാ. ഇങ്ങോട്ടുള്ള റോഡ് നോക്കി ഇങ്ങോട്ടാ ഭയങ്കര മോശം വഴിയാണല്ലോ. അയ്യോ, ഇതിന്റെ അടി തട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ വണ്ടിയുടെ. നമ്മുടെ അടിയൊക്കെ ഇപ്പം തട്ടും കേട്ടോ. കാര്യം തീരുമാനം കേട്ടോ. ഇപ്പം പാരമാതി ഇറക്കി നമ്മുടെ ബേക്ക് തട്ടിയില്ലേ ഭാഗ്യം. പയ്യെ ഇറക്കി. ഓ, എൻ്റെ ചെരിയെന്ന് നോക്കി. ഓ, ഫ്രണ്ട് ജസ്റ്റ് ബാബാ നോക്കി എടുത്തില്ല, പണി കിട്ടും കേട്ടോ. ബേക്ക് രക്ഷപ്പെട്ടു. വാ. ജസ്റ്റിന് നമ്മൾ വണ്ടി തട്ടിയിരുന്ന് പറയാം കേട്ടോ. ഇനി അടുത്ത വരാൻ വേണ്ടി പോകുന്ന നോക്കി തഴേന്ന് മേളിന്ന് വണ്ടി സഹകരിച്ച് നിർത്തി തരുന്നുണ്ട്. അത് കാരണം ഒരു രക്ഷയുണ്ട് കേട്ടോ. അടുത്ത് വാ. ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ. അങ്ങോട്ട് പറഞ്ഞ് കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരി കുന്ന കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുരങ്ങന്മാരും ഉണ്ട്. നേരെ പോട്ടെ. നമ്മുടെ വണ്ടിയുടെ എവിടെയോ തട്ടിയിട്ടുണ്ട് കേട്ടോടാ. ഇല്ല, തട്ടി ഞാൻ ഉള്ളിൽ എനിക്ക് കിട്ടിയല്ലോ. അത് തട്ടി. അപ്പം ബേക്ക് ഫ്രണ്ട് തട്ടിയിട്ടില്ല. ഉറപ്പാന്നോ? ബേക്ക് തട്ടി. ബേക്ക് ടയറിൻ്റെ ആവാൻ തട്ടി ഉറപ്പായിട്ടത്. ഫ്രണ്ട് ജസ്റ്റിന് രക്ഷപ്പെട്ട് കിട്ടിയേ. ഫ്രണ്ട് ജസ്റ്റിന് രക്ഷപ്പെട്ട് കിട്ടി. കള്ളിപ്പൊളി റോഡ്, ഒരു മയമൊക്കെ വേണ്ടേ. ഞാൻ നോക്കിട്ടെ, നമ്മള് ലഡാക്ക് റൂട്ടില്ലേ, ഇതിൽ എത്രയോ മെച്ചവാ അല്ലേ. പിന്നെ ഈ റോഡാണ് ഏറ്റവും കൂടുതൽ തല്ലിപ്പൊടി റോഡ്. ഓരോ ആർമി വണ്ടി പോട്ടെ, അവരുടെ ടയർ നോക്കിയേ. അവരുടെ ടയറിനെ സംബന്ധിച്ച് അവർക്ക് അതൊരു വിഷയമല്ല കേട്ടോ. ആർമി വണ്ടിയെ അവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ അവർ ഇറക്കി കയറ്റണം, അല്ലാതെ ആ വണ്ടി കയറൂല കേട്ടോ. അത് പിന്നെ 4x4 ടാറ്റയാണ്. നമ്മുടെ വണ്ടി പിന്നെ അങ്ങ് കയറി. ഇത് പിന്നെ ഇതേപോലെ കയറി ഇതിന് തഴക്കമായി. അതിന് തഴക്കമായ വണ്ടിയാണ്. ഇതെന്നെ സംഭവം എന്നാടാ? വണ്ടി വലിയ മുട്ടിയല്ല, എന്തോ സംഭവിച്ചാ. ടാറ്റയാ. എഞ്ചിൻ പോയി കാണും. ഇവിടുത്തെ പുലിക്കുട്ടി ഇതാ പോകുന്നു കേട്ടോ. SML ഗവൺമെന്റ് ഓഫ് സിക്കിമിന്റെ AC ബസ്സാ പോയ. ഈ SML പിടിച്ചിരിക്കുന്ന 2 സ്റ്റേറ്റും കൊണ്ടാട്ടോ അവരെ. അതെ, ഇവിടെ അതെ. ഗൈസ്, ഫൈനലി ഗാങ്ടോക്ക് 41 പാങ്യോങ്ങോ ഇതന്നെ നോർത്തോറിയോ നമ്മാച്ചി. NH പൂജിക്കൂട് നമ്മൾ പോകുന്നത്. NH 0 അല്ലടാ, NH 10. ഒന്ന് മാഞ്ഞു പോയതായിരിക്കും. ഇതാന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വലിയ ടൗണ്. നമുക്കേ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും വേണം ഇനി എടുക്കാൻ. നമുക്ക് കുളിക്കാൻ ഒരു സ്ഥലം കിട്ടി കഴിഞ്ഞാൽ വണ്ടി നിർത്തി ഒന്നുമില്ല. പച്ചക്കറി അല്ല, നമുക്ക് കുളിക്കണം, തുണി അലക്കണം, ഭക്ഷണം വെക്കണം, വണ്ടി കഴുകണം. മെയിനായിട്ട് വണ്ടി കഴുകണവനെ. വണ്ടി ഫുള്ള് അലമ്പായി കിടക്കുക. വേറെ ലെവലായവനെ. കളം മാറി കേട്ടോ. എന്താ സംഭവം? റോഡിന് വീതിയും കൂടി, നല്ല അടിപൊളി റോഡ്. ഇതെന്ത് സംഭവിച്ച? ഇതെന്ത് സംഭവിച്ചു പെട്ടെന്ന്? ഇത്രോ നേരം വരെ നമ്മൾ കണ്ടത് വെസ്റ്റ് ബംഗാൾ. ഇത് നമ്മൾ ഇനിയും കാണാൻ വേണ്ടി പോകുന്നത് സിക്കിമിലെ കാഴ്ചകളാണ്. ഇത് ഫൈനലി നമ്മളങ്ങനെ ഇത്രയും ദൂരം അവിടുന്ന് വണ്ടി ഓടിച്ച് വന്നിരുന്നെങ്കിലും നമുക്കൊരു പെട്രോൾ പമ്പ് പോലും ഇല്ലായിരുന്നു. നമ്മൾ ആ ഇന്നലെ രാത്രി അടിച്ച പെട്രോളിൽ വേറെ സാധനം വണ്ടിയില്ല. ഇനി സിക്കിമിൽ എത്തി കഴിയുമ്പോഴാണ് നമുക്ക് പെട്രോൾ പമ്പ് കിട്ടി തുടങ്ങിയിരിക്കുന്നത്. ഗൈസ് നോക്കൂ, വെൽക്കം ടു സിക്കിം, ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഗൈസ്, അവിടെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. യെസ്, നല്ല 2 വരി പാലങ്ങൾ. ഇതൊക്കെ ഇവിടം വരെ ഉള്ളോ അതോ അങ്ങോട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വെൽക്കം ടു സിക്കിം, ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. യെസ്, വളരെ മനോഹരമായിരിക്കുന്നു. സിക്കിമിൻ്റെ ബോർഡർ എത്തിയിരിക്കുകയാണ്. നമ്മളെ കയറ്റി വിടുമല്ലോ എന്നുള്ളത് ഇപ്പോൾ അറിയാം, ദൈവത്തിന് മാത്രം അറിയാം. ആർവി പേഴ്സണൽ मेरा ओन गाड़ी व्हाइट बोर्ड प्राइवेट ठीक है. मैं केरला. ഞങ്ങൾക്ക് സിക്കിമിൽ പോകുന്ന വഴിക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനെ കിട്ടി. പുള്ളി നമ്മുടെ സബ്സ്ക്രൈബറാണ്, सिलीगुड़ीकार. आपका नाम? मंगल पंडित. अभी किधर जाएगा? गैंगटॉक. अच्छा, आपका नाम क्या है? अंकित प्रसाद. हाँ ഗൈസ്, നോക്കൂ, എന്തായാലും 2 പേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ ബംഗാളിലും വെസ്റ്റ് ബംഗാളിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സന്തോഷം. कितना साल मेरा वीडियो देखेगा? ये 1-2 महीना हुआ है. अच्छा, 2-3 മാസമായിരുന്നു നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങിയിട്ട്. താങ്ക് യു ഭയ്യ. ഗൈസ്, വമ്പനൊരു ചെറിയൊരു തുരങ്കം, അതായത് ടണൽ. അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ അടലിനെ ഒന്ന് വെച്ച് നോക്കാൻ നേരത്തെ പിന്നെ
ഇത് മണ്ണിടിഞ്ഞ് സാധനം മണ്ണിടിഞ്ഞ് വരാതിരിക്കാനുള്ള കൂയ. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ നമ്മള് വാഹനം നിർത്തിയിട്ടു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം വരെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങൾ കുളിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ ഏതെങ്കിലും പെട്രോൾ പമ്പിലേക്ക് മാറ്റണം. കാലാവസ്ഥ നല്ലതല്ല. അമിതൊക്കെ കുളിച്ച് കയറി ദിവസം അലക്കി കുളിച്ച് കയറുന്നു. വെള്ളം നല്ല നാച്ചുറൽ വെള്ളം. ഇങ്ങനെ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ഭക്ഷണം വെച്ചു, കുളിച്ചു, ഡ്രസ്സ് മാറി, വണ്ടിക്കുള്ളു വൃത്തിയാക്കി, അലക്കാനുള്ള തുണി അലക്കി, അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഗാങ്ടോക്കിന് പോവാണ്. വണ്ടി മാത്രം കഴുകാൻ പറ്റിയില്ല, കാരണം നമ്മൾ ഇനിയും ചെളിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി കഴുകാത്തത്. വണ്ടി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും കട്ടറാവും. കട്ടറായി കഴിഞ്ഞാൽ വീണ്ടും ചെളി പറ്റും. വീണ്ടും വണ്ടിക്ക് ഒരു വിഷമമാവും. എടാ ലിബിനെ, കൊച്ചിന് മേടിച്ച് വെച്ച ലോലിപോപ്പ് അത് ഞങ്ങൾ കയ്യിലാക്കി. അപ്പൊ ഇനി ഇതൊന്നും ഇട്ടാക്കല്ലോ, കൂടൊന്നും ഭയങ്കര ഫൈനാണ്. ഇതാ എല്ലാം കീശയില് 25,000 രൂപ. ഇവിടുന്ന് 30-something കിലോമീറ്റർ കഴിഞ്ഞാൽ ഗാങ്ടോക്ക് ആണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിർത്താം. നാളെ ഗാങ്ടോക്കിൽ പോയി പെർമിറ്റ് ശരിയാക്കാൻ പറ്റുമോ നോക്കണം. നാളെ അങ്ങനെ ചൈന ഭാഗത്തേക്ക് ലാച്ചിൻ, സിക്രൂട്ട് ഇതൊക്കെ പോകാൻ പറ്റുമോ നോക്കണം. ഇല്ലെങ്കിൽ ഗാങ്ടോക്കിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, തിരിച്ച് പോവാം നോർത്ത് ഈസ്റ്റിലേക്ക്, അതായത് നമുക്ക് ഗുവാഹട്ടിയിലേക്ക് പോവാം. അപ്പൊ എങ്ങനെയാന്ന് നോക്കാം. ഗുവാഹട്ടി നോർത്ത് ഈസ്റ്റ് നമ്മൾ കവർ ചെയ്തതിന് ശേഷമാണ് ഭൂട്ടാൻ, നേപ്പാൾ പോകുന്നത്. അത് 2 റൂട്ടാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അതായത് ഒന്നില് നമ്മള് നോർത്ത് ഈസ്റ്റ്, അല്ലെ ലേ ലഡാക്ക് ആ സൈഡിലോട്ടല്ലേ? ഏതാണ് തീരുമാനിച്ചോ? അതായത് നമുക്ക് എന്തായാലും ഇവിടുത്തെ കാര്യം നോക്കാം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. പോവാം. ഗൈസ് ഫൈനലി അങ്ങനെ ഇട്ട സ്ഥലത്ത് നമ്മൾ വണ്ടി എടുക്കുകയാണ്. ലിബിൻ അവിടെ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ തിരിച്ചു വന്നെടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് എടുക്കാം. നമ്മളെ 2ാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ സിക്കിമിലേക്ക് പോകുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഞാനും ലിബിനും നമ്മൾ പോയിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞ് പിന്നെ 2ാമത്തെ പ്രാവശ്യം പോകുന്ന ഒരു സ്ഥലമാണ് സിക്കിം. പിന്നെ അതേപോലെ തന്നെ അരുണാചൽ അരുണാചലും നമ്മൾ ഈ പ്രാവശ്യം വന്ന എല്ലാം നമ്മൾ 3ാമത്തെ സ്ഥലങ്ങളാണ്. ബാക്കി ഇത് മാത്രം രണ്ടാമത് പോകുന്നു. ഇതും അരുണാചലും മാത്രം അല്ല. ഇങ്ങോട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്ത് മാത്രം വന്നാൽ മാത്രം നമുക്ക് ഇവിടെ വരേണ്ട ആവശ്യമുള്ളൂ. ഇനി ആകെ കയറാനുള്ള സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, മണിപ്പൂർ എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. മണിപ്പൂർ വീണ്ടും പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു അല്ലേ? പക്ഷെ നമുക്ക് ഉത്തരാഖണ്ഡ് കയറാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും കയറണം. ഉത്തരാഖണ്ഡ് ഇച്ചിരി മഴ താന്നിട്ട് കയറുന്നതായിരിക്കും ഇച്ചിരി നല്ല. വണ്ടികളുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ. ലീഫടി പരിപാടികൾ, സംഭവങ്ങൾ യുഗ മൊത്തം ഈ സ്ഥലത്താണ്. ടയർ മാറൽ, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ സിക്കിം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ വളരെ ചെറിയ റോഡാണ്. ഇവിടെ ബിൽഡിങ്ങും അതേപോലെ തന്നെ അല്ലടാ, നാരോ ബിൽഡിങ്ങും നാരോ റോഡും പഴയ ബിൽഡിങ്ങും ഒക്കെ അത്യാവശ്യം വലുതാണ്. ഇവിടെ പണ്ടെന്നൊക്കെ പറഞ്ഞ കൂട്ടുകുടുംബമായിരുന്നു ഇങ്ങനെ. ഇപ്പോഴാണ് ഈ ഒറ്റ ആൾക്കാർ താമസം തുടങ്ങിയത്. ഇവിടുത്തെ റോഡ് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത റോഡാട്ടോ. ഇത് ലാൻഡ് സൈഡ് വന്ന റോഡല്ലേ ഇത്? ഒയ്യോ, ഇതിന്റെ താഴ്വശം നോക്കി എന്ത് രസം നോക്കണം. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞല്ലേ തട്ടായിട്ടുള്ള കൃഷി തുടങ്ങിയല്ലേ ഇവനെ. ഞാനേ ഇച്ചിരി കൂട്ടി ഓടിക്കുവാണേല് ആ പുള്ളിക്കാരൻ അവിടെ നിർത്തും. അല്ലെന്ന് നമ്മൾ പെട്ടുപോകും. നമ്മുടെ വണ്ടിക്ക് പവറുള്ള വണ്ടി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ ഓമിനി ആയിരുന്നല്ലോ കേറൂല ഇവനെ. നമ്മുടെ ഓമിനി കേറൂല, വേറെ എല്ലാ ഓമിനിയും. പക്ഷെ ഞാൻ നോക്കിട്ടെ ഇവിടെ ഈ സ്ഥലങ്ങളിൽ മൊത്തം ഓമിനിയല്ല നിക്കുന്നേ. അതെ, ഓമിനി എല്ലായിടത്തും. പക്ഷെ നമ്മുടെ ഓമിനി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഓമിനിയുടെ ക്ലച്ചിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നേ, അതുകൊണ്ട് അത് കയറാത്ത. ആദ്യം നമ്മുടെ ഓമിനി ചെയ്യേണ്ടത് നമുക്ക് ക്ലച്ച് റെഡിയാക്കി എടുക്കണം. ഇതാണ് സിക്കിമിലെ ഡിയർ. ഇത് തന്നെയല്ലേ മെഗാ ബമ്പർ ലോട്ടറി, 3 കോടി രൂപ. നഷ്ടം 500 രൂപ തന്നെ കിട്ടുള്ളൂ. അല്ലല്ല, 6 രൂപയുടെ ടിക്കറ്റ്. 6 രൂപയുടെ പൊരി, അവോക്കാഡ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ചെറിയ ലോക്കൽ സാധനങ്ങൾ വിൽക്കുന്നത് ഇവരുടെ തന്നെ സാധനങ്ങളാന്ന് തോന്നുന്നു. അല്ലടാ ലിബിനെ, വീട്ടിലുള്ള ഇവരുടെ സാധനം തന്നെ ഇവർ മറ്റേ ആയുർവേദ പുണ്ടില്ലേ, പുണ്ടെന്ന് പറഞ്ഞാൽ വേറെ വാക്കാ. പൂണ്ട് ഗൈസ്, അതായത് ഞങ്ങൾ നാട് വിട്ടിട്ട് ആദ്യമായിട്ട് നാട്ടിലല്ലാതെ ഞങ്ങൾക്ക് അച്ചപ്പം കിട്ടി. ഇത് കണ്ടോ, നമ്മൾ ഈ ഗാങ്ടോക്കിന് കയറി പോകുന്ന വഴിയില്ലേ കടകളിൽ ഇതേപോലെ. അയ്യോ, എന്നാ ടേസ്റ്റാ. അപ്പം അച്ചപ്പം എവിടുന്ന വന്നത് കണ്ടുപിടിച്ചില്ലേ? ഗാങ്ടോക്കിൽ. ഗൈസ്, എന്തോ പ്രധാന നേതാവ് വരുവാണ്. ഗ്രീസിലൊക്കെ അടിക്കാൻ തുടങ്ങി. അതായത് ഇവിടെ ഗ്രീസ് അടിക്കാൻ 400 രൂപ, താഴെ 100 രൂപ ഉള്ളൂ. ഭയ്യ ഇത്രയ്ക്കായി ഇതിന് ജാഥാ പൈസ, നീച്ചെ 100 തന്നെ.
थोड़ा जगह कॉस्टली है नहीं ये सब हाँ। ट्रांसपोर्टेशन है ना, हाँ ट्रांसपोर्टेशन में थोड़ा कॉस्टली ये क्या है क्या कौन आएगा सेम सेम ഓ സി എം ഓ സി എം വരുന്നു മോനെ ഇവിടുത്തെ സി എം ആട്ടോ അപ്പോൾ സി എം അതെ സി എം വരുന്നത് നമുക്ക് നോക്കിയിരിക്കാം ഇത് സി എമ്മിൻ്റെ ഫസ്റ്റ് കോൺവേ എനിക്ക് എല്ലാവരും സി എമ്മിൻ്റെ സെക്കൻഡ് കോൺവേ ആ അതിനെ സ്ലോ ആക്കുന്നത് ആ വണ്ടി അവിടെ കിടന്ന കാരണം ഇവിടേക്ക് ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ഇവിടം വരെ ഉള്ളോ സി എം നിർത്തി സിനിമ നമ്മളെ കണ്ട് സംസാരിക്കാൻ ഇത് സി എം ഇറങ്ങി അപ്പോൾ എണ്ണ അടിക്കാനാണോ? പിന്നെ തോക്കൊക്കെ ആയിട്ട് ആളിറങ്ങി അതാ പതാക ഊരുന്നോ ആ 5 മണി കഴിഞ്ഞില്ലേ? 5 മണി കഴിഞ്ഞാൽ പതാക കൊണ്ട് അങ്ങനെ സെറ്റ് ഇതുണ്ട്. ഇതുണ്ട് എസ്കോട്ടാട്ടോ ഇതൊക്കെ എസ്കോട്ടാ ആ ഇത് കൊള്ളാലോ ഒരു പ്രത്യേക ഭയങ്കര സെറ്റപ്പായി പോയല്ലോ ഇല്ലല്ലേ പിന്നെ പതാക ഊരുക പതാക ഊരുന്നോ കയറുവാണ്. ഉണ്ട് അവൻ കറക്റ്റ് ഇപ്പത്തെ കയറും സി എമ്മും സി എമ്മിൻ്റെ പത്നി എല്ലാവരും ഉണ്ട് കേട്ടോ അമ്പോ എന്നാ സെക്യൂരിറ്റി നോക്കി ഓ കറക്റ്റ് കയറി കേട്ടോ അമ്പോ ആഹാ ഇതുകൊള്ളാലോ പരിപാടി ആംബുലൻസ് ബാക്കിയെല്ലാം ഇവിടെ സ്കോർപ്പിയോ കേട്ടോ മെയിന് ഇവിടെ ഇത് സി എമ്മിന് എസ്കോട്ട് പോകുന്ന വണ്ടികളായിരിക്കും അല്ലേ? എൻ്റെ അമ്മ ഇത് എത്ര എല്ലാം ഗവൺമെൻറ് വണ്ടികളാ നോക്കിയേ. കൊള്ളാലോ ഗൈസ് ഫൈനലി ഞങ്ങൾ വണ്ടി നിർത്തി കണ്ടപ്പം നോക്കിയതാണ് ഞങ്ങൾ അവനെയും കൊണ്ട് എങ്ങനെ ഗ്രീസ് അടിപ്പിക്കും അതിപ്പോൾ ഞങ്ങളുടെ ടാർഗറ്റാണ് അല്ല വേറെ കാര്യമുണ്ട്, അവൻ അടിക്കൂല. അവൻ അതെന്നെ സംഭവം എന്ന് വെച്ചാൽ ഏത് വണ്ടിയിലും ത്രിവർണ്ണ പതാക വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിക്കോ എത്ര മണിക്ക് മുമ്പേ ഒഫീഷ്യൽ ആൾക്കാരാണ് അത് 5 മണി നോക്കിയോ 5:30 5:30 6 മണിക്ക് താത്തണമെന്നുള്ളൂ. അങ്ങനെ നിയമമുണ്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവും നമ്മൾ കാണാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഉണ്ടോ അറിയത്തില്ലല്ലോ